ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നേ ഒരു മീനിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്, മീൻ കറിയുടേത്. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കണ മീൻ കേട്ടോ, കണ്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, വേപ്പില ഇതൊക്കെ ഞാൻ എളുപ്പം തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം കറി ശരിയാക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചട്ടി അടപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മീനിന് ഞങ്ങളിവിടെ എന്താണ് കട്ടിലക്കുട്ടൻ എന്നൊക്കെ ഉണ്ടോ പറയണത്, നിങ്ങൾ എന്തെന്നാ പറയണേന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അത് ചതച്ച് വെച്ചേക്കണം നമ്മുടെ ഉള്ളി പച്ചമുളകെല്ലാം ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കണമേ. അപ്പോൾ കുറച്ച് ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇന്നത്തെ ഉച്ചയൂണിൻ്റെ ഒരു കറിയാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. അപ്പം ഞങ്ങൾ വെക്കുന്ന ഒരു രീതിയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അതൊന്ന് വാടി വരുമ്പോൾ കുറച്ച് തേങ്ങാപ്പാലൊക്കെ നമുക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ കറി വെക്കാൻ തന്നെ നിൽക്കണത്. അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഞാനിവിടെ ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ ഈ മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ആ തേങ്ങാപ്പാൽ അതിലോട്ട് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ തിളച്ച് പുളി ഇടണം കേട്ടോ. പുളിയുടെ കാര്യം ഞാൻ മറന്നുപോയി. പുളിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഉപ്പും പുളിയൊക്കെ ഉണ്ടാകുന്നൊന്ന് നോക്കിയിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യണത്, അങ്ങനെയാണ്. അപ്പോൾ എന്നിട്ട് ഞാനൊന്ന് കറക്കി ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അത് മീനെല്ലാം പെറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മീൻ എടുത്ത് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മണങ്ങ കേട്ടോ, മണങ്ങാണ് അത്, മണങ്ങെന്ന് പറയുവേ ഇത്. അപ്പോൾ അത് വറുക്കാലോ എന്ന് ഓർത്തെടുത്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ അതിന് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടി, കുറച്ച് ഗരം മസാല കേട്ടോ. കുഞ്ഞു മീനായതുകൊണ്ട് കുരുമുളക് പൊടിയൊന്നും ഞാൻ ചേർത്തില്ല, ഇത് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ഞാനത് പെരട്ടി വെക്കുന്നതാണ് കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ മൊബൈൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു കൈ വെച്ചിട്ട് മൊബൈലും പിടിക്കണം, പിന്നെ ഈ മീനും പെരട്ടിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈ പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് നീങ്ങുന്നുണ്ട്. എന്നാലും ഞാനത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും അത് നല്ലപോലെ മുളകൊന്നും പിടിച്ചിട്ടില്ലെന്ന്, പക്ഷേ ഇല്ല കേട്ടോ, നല്ലപോലെ തന്നെയാണ് അത് പെരട്ടി വെച്ചേക്കണത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് പറ്റി നല്ലപോലെ വരട്ടെ. പിന്നെ കുറച്ച് ബീറ്റ്റൂട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കണം. അപ്പോൾ അത് കറി സെറ്റായിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ അപ്പോൾ പിന്നെ മീൻ വറുക്കാനും ഇട്ടു. അപ്പോൾ ആ ചട്ടി കണ്ടിട്ട് ആരും ഒന്നും പറയരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പിടി പോയെങ്കിൽ എനിക്കത് കളയാൻ തോന്നില്ല. എനിക്ക് മീൻ വറുക്കാനായിട്ട് എളുപ്പം ഈ ഒരു പാത്രമുണ്ട് എളുപ്പം. അപ്പോൾ അതും കൂടി അവിടെ വറുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടണം. അപ്പോൾ ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടാനായിട്ട് ചീനച്ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് പപ്പടം ഇരുന്നേച്ചി. അതും കൂടി അങ്ങോട്ട് ആക്കാമെന്ന് ഓർത്ത് അതും എടുത്ത് വറുത്തെടുക്കാം എന്നോർത്ത് അതും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ പപ്പടം കുത്തുന്ന ആ കമ്പിയില്ലേ, അതില്ല. അതുകൊണ്ടാണ് ഈ പിച്ചാത്തിയുടെ ഇത് വെച്ചിട്ട് ഞാൻ എടുക്കുന്നത്. അതാണെങ്കിൽ പോന്നില്ല. ഈ പറഞ്ഞ പോലെ ഞാനൊരു കയ്യിൽ ഫോണുണ്ട് എൻ്റെ കയ്യിൽ, അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഞാനതെല്ലാം വറുത്തെടുത്ത് 2-3 ഉണ്ടായിരുന്നല്ലോ, എന്നാൽ അതും കൂടി വറുത്തെടുത്തിട്ട് പിന്നെ ആ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് കടുക് പൊട്ടിച്ച് നമ്മുടെ ബീട്രൂട്ടും കൂടി എടുത്ത് ഇട്ട് മെഴുക്ക് പുരട്ടാമല്ലോ എന്ന് ഓർത്ത്. പപ്പടം കുത്തി പോന്നില്ല, അത് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് മാറണത്. പിന്നെ എല്ലാം വറുത്തെടുത്തിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ബീട്രൂട്ടും കൂടി ആ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് അതും അവിടെ കിടന്നൊന്ന് തട്ടിപ്പൊത്തി എല്ലാം കൂടി വെച്ചിട്ടുണ്ട്. മുളക് പൊടി, ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി ഇത്രയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ച് അതവിടെ ഇരുന്ന് വാടിക്കോളും. അപ്പോൾ പിന്നെ നമ്മുടെ മീനും പപ്പടവും മീൻ വറുത്തതും ബീട്രൂട്ടും ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ലഞ്ച്.